ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആപ്പിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ ഈ ഒരു നിമിഷത്തെ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസണേറ്റ്. പ്രത്യേകിച്ചും ടാരറ്റ് റീഡിംഗ് എല്ലാം ടൈംലെസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളതൊരു ഡേറ്റ് കൊടുത്ത് ഇട്ടാൽ പോലും നിങ്ങൾക്ക് കേൾക്കേണ്ട ഒരു സമയം മാത്രമേ ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അവര് പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പുറകെ നടന്നതും അല്ലെങ്കിൽ നിങ്ങളും അവരും ആയിട്ടുണ്ടായ നല്ല മുഹൂർത്തങ്ങളും ഒക്കെ അവർ ഈ ഒരു സമയം അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാം എനർജിയാണ്. കാരണം വളരെ പോസിറ്റീവ് എനർജിയാണ്. അവർ ഈ ഒരു സമയം അവർ വളരെ പോസിറ്റീവായിട്ടിരിക്കാനും നിങ്ങളുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നോക്കാം. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ശരിക്കും നല്ല ഒരു സിൻസിയറാണ് ഈ ഒരു സമയം അവർ. ഇപ്പം പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിപ്പോയിട്ടുണ്ടായിരിക്കാം. ഇതിലൊരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ബ്രേക്കപ്പിലായി പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ സിറ്റുവേഷനൊക്കെ മാറി മറിഞ്ഞു എന്നാണ് കാണുന്നത്. കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഈ ഒരു സമയത്ത് അവർക്കുണ്ട്. അപ്പോൾ അവർ ഫ്യൂച്ചറിൽ അവർ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് പോകേണ്ടത്. ഇപ്പം മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണത് കൃത്യമായിട്ടും അവർ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവർ ബാക്കിയുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് തെറ്റായിപ്പോയി. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നത്. മൂൺ കാർഡാണ്. അപ്പം എത്ര മറക്കാൻ ശ്രമിച്ചാലും അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ വിട്ട് എങ്ങോട്ട് ഓടിപ്പോയാലും അവർ നിങ്ങളിൽ തന്നെ നിൽക്കുന്നു, തിരിച്ചു വന്ന് നിങ്ങളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പം അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് അവർ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇതിൽ ഒരുപാട് തവണ ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ വർഷങ്ങളോളം നിങ്ങൾ സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങളെ ഓർക്കാത്ത ഒരു ദിവസം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുന്നിരിക്കാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹിഡൻ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം മറഞ്ഞിരിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം മറ്റു ബന്ധങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ പോലെ നിങ്ങളെ മാറ്റി നിർത്താൻ ഒരിക്കലും അവർക്ക് കഴിയുന്നില്ല. അപ്പം നല്ല കാര്യത്തിനായാലും ചീത്തയായാലും അവരുടെ മനസ്സിലെപ്പോഴും സദാസമയവും നിങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പിറകിൽ എന്തോ ഒരു കാര്യം, ഒരു അദൃശ്യമായൊരു കാര്യം, മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് എന്നവർ ഈ ഒരു സമയം ചിന്തിക്കുന്നു. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതൊരു പാസ്റ്റ് ലവ് ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ കുറേ വർഷങ്ങൾ നിങ്ങൾ സംസാരിക്കാതിരുന്നാലും കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്ത് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം ഈ ഒരു വ്യക്തി. ഒരുപാട് കാലം നല്ല റിലേഷൻഷിപ്പിലായിരുന്നതിന് ശേഷം ചിലപ്പോൾ ഇവർ ബ്രേക്കപ്പായി പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴും നിങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള നല്ല മെമ്മറീസ് അവർ വീണ്ടും ഓർക്കുന്നു എന്നാണ് കാണുന്നത്. എയ്റ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് ഒബ്സഷൻ ആയിരുന്നു നിങ്ങളോടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ മറ്റാരോടും സംസാരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ല.
നിങ്ങളെ ഷെയർ ചെയ്യാൻ ഒട്ടും തന്നെ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അവരുടേത് മാത്രമാണ് എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത്. ചിലപ്പോൾ അത് നിങ്ങളോട് അവരൊരിക്കലും പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവും എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ചിലപ്പോൾ പല സമയം അവർ സംശയിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുമായിട്ട് ഏതൊരു വ്യക്തി സംസാരിച്ചാലും ചിലപ്പോൾ അത് വേറെ തരത്തിൽ അവർക്ക് ഒരു ഭയമാണോ വരുന്നത്. കാരണം നിങ്ങൾ ആ ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ എന്നൊക്കെ അവർക്ക് പേടിയാണ്. ഒബ്സഷൻ ആണെന്നാണ് കാണുന്നത്. അപ്പോൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പിടിച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. എന്നാൽ അവർ എന്തും ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് വേണ്ട കെയർ തന്നില്ലെങ്കിലും നിങ്ങൾ അവരെ കാത്ത് മാത്രം ഇരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല ഒരിക്കലും, അതുണ്ടാകാനും പാടില്ല. പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു കെയർ ചിലപ്പം പാസ്റ്റിൽ ചിലപ്പോൾ തന്നിട്ടും ഉണ്ടാവില്ല. എന്നാലും എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ അവരുടേത് മാത്രമായിരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് ഉള്ളത്. ഇപ്പോഴും അതാണ് എന്നുള്ളത്. നിങ്ങൾ അവരുടേത് മാത്രമായിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ നിങ്ങളെ വീട്ടുകാരോ ഈവൻ കുട്ടികളോ പോലും അത്രയധികം സ്നേഹിക്കുന്നവർക്ക് താല്പര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അത്രമാത്രം അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് നിങ്ങളോട് അവർക്കുള്ളത്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം ശരിക്കും ഒരു ജസ്റ്റിസാണ് ഇത് കാണുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു കെയറോ സ്നേഹമോ ഒന്നും തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ ഈ ഒരു സമയം അതൊക്കെ നിങ്ങളോട് നീതി കാണിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം വേറെ ആരോടും തോന്നാത്തത്ര ഒരു അട്രാക്ഷനും സ്നേഹവും പ്രണയവും ഒക്കെ അവർക്ക് ഈ ഒരു സമയം നിങ്ങളോടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ പറ്റിപ്പോയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് അവരൊരുപാട് ലെസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ്. അപ്പം നിങ്ങൾക്ക് തുല്യ പ്രാധാന്യം, അവരോടൊപ്പം തന്നെയുള്ളൊരു തുല്യ പ്രാധാന്യം നിങ്ങൾക്ക് തരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു നിങ്ങളുടെ ഒരു പേര് തന്നെയാണ് അവർ. അത് നിങ്ങളെ പകരം വയ്ക്കാൻ വേറെ ആർക്കും പറ്റൂല. അത് ചിലപ്പം റിലേഷൻഷിപ്പിൽ പലതരത്തിലെ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു ട്രൂ ആയിട്ടുള്ളൊരു പേരെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ചിലപ്പോൾ കാണാനും നിങ്ങൾ നല്ല മാച്ച് ആയിരിക്കാം. നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഇണകൾ എന്നുള്ള രീതിയിൽ, അവരുടെ ഇണ എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെയാണ് അവർക്ക് മാച്ച് എന്നാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയം. 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ട്രയാങ്കിൾ ലവ് ആയിരുന്നു എന്നാണ് കാണുന്നത്. മറ്റൊരു വ്യക്തി കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പെയിൻ ഇതിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു വേദനയൊക്കെ ഇപ്പം മാറി. ഇപ്പം അവർ ചിലപ്പം മറ്റുള്ളവരുടെ വാക്ക് കേട്ടോ മറ്റുള്ളവരെ കണ്ടിട്ടോ നിങ്ങളെ അവർ തള്ളിപ്പറയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. മറ്റു വ്യക്തിയോട്, മൂന്നാമത് വന്ന ഒരാളോട് ഒരുപാട് ഒരു സ്നേഹവും അടുപ്പവും ഒരു അഫെക്ഷനും ഒക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചു. അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അപ്പം നിങ്ങളെ എത്രമാത്രം അത് ഹർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ അവർ ഇപ്പം ഈ ഒരു സമയം തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ശരിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരുന്ന സമയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആരെ സ്വീകരിക്കണം ആരെ വിട്ടുകളയണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവർക്ക്. കാരണം നിങ്ങളെക്കാളേറെ ഒരു സമയത്ത് അവർ മറ്റാൾക്കാരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വിട്ടുപോയി എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണ്. അതും അവർ ഈ ഒരു സമയം അവർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെ അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് നിരാശയും
ഒറ്റപ്പെടലും ഒക്കെ അവർ ഈ ഒരു സമയം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ആരുമില്ല, അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലുണ്ട് അവർക്ക് ഈ ഒരു സമയം. അപ്പോൾ അതാണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി യുടെ മനസ്സിലുള്ള ചിന്തകൾ. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് കാണുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.